ഈ പവലിയനിൽ തന്നെയുള്ളൊരു ജ്യൂസ് കടയിലാണ് ഞാനിപ്പം കയറിയേക്കുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാതളനാരത്തിൻ്റെ നമുക്കൊരു സാമ്പിൾ തന്നു, നാരങ്ങയുടെ ഒരു ജ്യൂസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും വെള്ളം ഒഴിക്കാതാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് 1-2 ഫ്രൂട്ട്സിൻ്റെ എല്ലാം ജ്യൂസ് നമുക്ക് സാമ്പിൾ തന്നു. അതിന് ശേഷം നമുക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മാതള നാരങ്ങയുടെ ഒരു ജ്യൂസ് അത് തന്നെ മതി എന്ന് പറഞ്ഞു. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് അങ്ങനെ ഇത് ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്, അല്ല മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെയുള്ള ഇതല്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വെള്ളം ചേർക്കാതാണ് അവർ ആ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ നമുക്കത് കുടിക്കുമ്പോൾ തന്നെ അറിയാം, മറ്റുള്ള ഫ്ലേവറുകളോ അല്ലെങ്കിൽ ഷുഗറുകളോ അങ്ങനെയൊന്നും ആഡ് ചെയ്യാതാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ ഞാനവിടെ പൈസ കൊടുത്തു, പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണത്. അതായത് ഇങ്ങനെ ഒരു പ്രസ് ചെയ്യുന്നൊരു സാധനമുണ്ട്, ഇത് ചെയ്തതിന് ശേഷമാണ് അവർ ആ ജ്യൂസ് ഇത് തരുന്നത്. അപ്പോൾ മാതള നാരങ്ങയുടെ അപ്പോൾ നമുക്ക് സാമ്പിൾ തരുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാൻ അവർക്ക് പേയ്മെൻറ്റ് ചെയ്തു, കാർഡാണ് പേയ്മെൻറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ ആ ജ്യൂസ് കുടിക്കാനുള്ളത് നല്ല ടേസ്റ്റായിരുന്നു അത്. അപ്പോൾ അവിടെ എല്ലാ ഫ്രൂട്ട്സുകളുടെയും ജ്യൂസുകൾ അവിടെ അവൈലബിളാണ്. നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി ജ്യൂസാണ്. നിങ്ങളും ഇവിടെ വരുവാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഏറ്റവും നല്ലതാണ്, ശരീരത്തിനും എല്ലാം നല്ല അടിപൊളി സാധനമാണ് ഈ മാതള നാരകത്തിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ഈജിപ്തിന്റെ ഓരോ അച്ചാറുകളും കാര്യങ്ങളും ഒക്കെയാണ്. കണ്ടോ, അച്ചാറുകൾ കണ്ടോ, അച്ചാറുകൾ ഇഷ്ടംപോലെ. ഈജിപ്തിന്റെ ഫുഡുകളാണ് ഈ കാണുന്നതെല്ലാം. ഹായ്, ഫൈൻ. കൊഷാരി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ഫുഡുകളാണ് അതൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ ഈജിപ്ഷ്യൻ ഡ്രൈ ഫ്രൂട്ട്സുകളാണ്. അവർ നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. ഇപ്പോൾ മൈക്കില്ല, കാര്യം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഗ്ലോബൽ വില്ലേജിലെ അധികൃതർ പറഞ്ഞു മൈക്ക് ഇവിടെ ഉപയോഗിക്കാൻ പെർമിഷൻ നമ്മൾ വാങ്ങിക്കണമെന്ന്. അപ്പോൾ മൈക്കില്ലാതെ നമ്മൾക്ക് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈക്ക് ഊരിയെടുത്തു. സൗണ്ടിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കണ്ടില്ലേ, ഇത് ഈജിപ്ഷ്യൻ പവലിയനാണ്. നമ്മൾ ഈജിപ്ഷ്യൻ പവലിയൻ കണ്ടു. ഇനി നമ്മൾ അടുത്ത പവലിയനിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. കാര്യം ഇനി ഒരുപാട് സന്ദർശിക്കാനുണ്ട്, തീരത്തില്ല. പിന്നെ വീഡിയോ അതുപോലെ തന്നെ ലെങ്ത് കൂടും. അപ്പോൾ നമ്മൾ അടുത്ത പവലിയനിലേക്ക് പോവുകയാണ്. തുർക്കിഷിൻ്റെ ബേക്ക്ഡാണ് ഐറ്റംസുകളുണ്ടോ, തുർക്കിഷിൻ്റെ ഫുഡുകളാണ്. ഫുഡുകളാണ് മൊറോക്കോ പവലിയനിലേക്ക് പോവാണ്. ഇത് കംപ്ലീറ്റ് മൊറോക്കോ ആണ്, മൊറോക്കൻ പവലിയൻ. മൊറോക്കൻ ടൈപ്പിലുള്ള അവരുടെ തുണികളും ഡ്രസ്സുകളും വസ്ത്രധാരണങ്ങളും അവരുടെ കൾച്ചറുകളും അവരുടെ പവലിയനാണ്. കണ്ടോ, ഇത് മൊറോക്കൻ സോപ്പുകൾ, ഷാമ്പു, അതൊക്കെയാണ്. കണ്ടോ, ഹായ്. വൈറ്റനിങ് സോപ്പാണ്, പിങ്ക് ഉണ്ടോ, വൈറ്റനിങ് സോപ്പാണ്. ക്രീമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ഓടിച്ച് കാണിക്കുകയാണ്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത് പോകുന്ന കാരണം കൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ആ പവലിയനിലുള്ളത് കാണിച്ച് പോവുകയാണ്. പിന്നെ കാർപ്പറ്റുകളുണ്ട്, കണ്ടില്ലേ, കാർപ്പറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്.
ടെമ്പററി ടാറ്റു ആണിത്. കണ്ടോ, ടാറ്റു ടെമ്പററി. ഏത് ടാറ്റു വേണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരും. ഇതിനെല്ലാം പ്രൈസ് ഉണ്ട്. കണ്ടില്ലേ, ഇതിൽ ടാറ്റുവിൻ്റെ ഓരോ ഇതാണ്. അപ്പോൾ നമ്മൾ മൊറോക്കോ പവലിയന് കഴിഞ്ഞു. അടുത്ത പവലിയനിലേക്ക് പോകാം. ഇത് കരക് കഫേയാണ്. നമ്മളുടെ മലയാളികളുടെ ചായക്കടയെന്ന് പറയും. ഇവിടെ പപ്സ് ഉണ്ട്, സമോസയുണ്ട്. കണ്ടില്ലേ, ഇനി നമ്മൾ കയറാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KSA ആണ്. KSA, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. KSAയിലേക്ക് നമ്മൾ പോവാണ്. KSAയിലെ കാഴ്ചകളിലൂടെ കാണാം. പാസ്ത ക്യൂ ഉണ്ടോ, പാസ്തയുടെ ഡേറ്റ് ആൻഡ് കോഫി. ഉണ്ടോ ഡേറ്റ്സ്. ഇത് KSAയിലെയാണ്. ഓരോ മസാലകളും ഇതൊക്കെ ടിപ്പിക്കലായിട്ട് GCC മൊത്തം ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളുള്ളതാണ്. ഏലക്ക, പിന്നെ പെർഫ്യൂംസ്. ഇത് കണ്ടില്ലേ, ഓരോ ഇലകളൊക്കെയാണ്. കണ്ടില്ലേ, പിന്നെ പെർഫ്യൂമുകൾ, പിന്നെ തുണികൾ, പിന്നെ ഡേറ്റ്സുകളുണ്ട്. കണ്ടില്ലേ, ഡേറ്റ്സുകളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ തേന് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ തുണികൾ, പിന്നെ അഭയ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അലുവയെന്ന് തോന്നുന്നു. അലുവ. Which alwa? Which? Omani sweet. Omani sweet. Okay, okay. Can I taste this one? ഇത് ഒമാനി സ്വീറ്റ് ആണ്. അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. One box. Certified. One box. നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, ഇത് അവരുടെ ചായ കുടിക്കാനൊക്കെ ആളുകൾ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇവിടെയും വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ സ്വീറ്റ്സ്, ബിസ്ക്കറ്റുകൾ കണ്ടില്ല. പിന്നെ ഒലിവ് ഓയിലുകളാണെങ്കിലും അങ്ങനെയെല്ലാം കണ്ടില്ല. ഈന്തപ്പഴം തന്നെ പല തരത്തിലുള്ള ഈന്തപ്പഴങ്ങളാണ്. കണ്ടില്ലേ. ഹായ്, KSA, സൗദി അറേബ്യ. സൗദി. നൈസ്. ഇതൊക്കെ പെർഫ്യൂമുകളാണ്. ഇതിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ. അപ്പം സൗദി പവലിയൻ നമ്മൾ കഴിഞ്ഞ് ഇനി അടുത്ത പവലിയനിലേക്ക് പോവുകയാണ്. പാസ്തയാണ്. കണ്ടില്ലേ, പാസ്ത ക്യൂ എന്ന് പറയും. പാസ്ത ഉണ്ടാക്കുക. You're preparing pasta? Chicken pasta, white chicken. White pasta? Yeah, white chicken. ഒരു വൈറ്റ് പാസ്തയാണ്, വൈറ്റ് സോസ് ഉപയോഗിച്ചിട്ടുള്ള പാസ്തയാണ് അവരുണ്ടാക്കുന്നത്.
ഇതാണ് പാസ്തയുടെ റേറ്റ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഫ്രഷ് ജ്യൂസുകളെല്ലാം കിട്ടും. ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ഉണ്ട് ഓറഞ്ച്, മാങ്ങായും എല്ലാം ഉണ്ട്. കരിക്കുണ്ട്. ഇത് ചിക്കന് കാലിഫോർണിയ ചിക്കൻ എന്ന് പറയും. കാലിഫോർണിയയിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കനാണ്. ചുമ്മാ പറഞ്ഞാണ്. കിഡ്സ് മീല്, ഫ്രൈസ്, ഹോട്ട് ഡോഗ് അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ഉണ്ട്. ഇത് ഇന്ത്യൻ ചാറ്റ് ബസാർ, അതായത് ഇന്ത്യൻസ് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇന്ത്യൻ ചാറ്റ് ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് ഇഷ്ടമുള്ള എല്ലാവിധ ഫുഡും ഇവിടെ കിട്ടുന്നതാണ്. കണ്ടോ, ഇത് അവിടുന്ന് തുടങ്ങുന്നതാണ്. ഇവിടം വരെ ഇന്ത്യൻസിൻ്റെ ഫുഡുകളാണ്. പൊറോട്ടയെ ദോശ മുതൽ എല്ലാ സാധനങ്ങളും കിട്ടും. കണ്ടോ, അപ്പം വരെ കിട്ടും. അപ്പോൾ മുട്ടക്കറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ എക്സ്പ്രസ് ഉണ്ട്. ദില്ലി ധാബ, അതായത് നോർത്ത് ഇന്ത്യൻ ഡിഷുകൾ ഉണ്ടോ. അങ്ങനെ ഇതെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. ഉണ്ടോ, ആലു പൊറോട്ടയൊക്കെ ഉണ്ട്. കേരള പൊറോട്ട ഉണ്ട്. ഉണ്ടോ, കേരള പൊറോട്ട. പിന്നെ പാനിപൂരിയൊക്കെ ഉണ്ട്. ദേശി ചാറ്റാണിത്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇത് ഇന്ത്യയുടെ പവലിയനാണ്. ഇന്ത്യയുടെ പവലിയനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യ കണ്ടോ, ഇന്ത്യയുടെ പവലിയൻ ഭയങ്കര വലിപ്പമുള്ളൊരു പവലിയനാണ്. ഇന്ത്യയുടെ പവലിയനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാഴ്ചകളിലേക്ക് നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള ചെരുപ്പുകളും കാര്യങ്ങളും വളരെയധികം വെറൈറ്റിയാണ്. എല്ലാവിധ വെറൈറ്റികളും ഇവിടെ കിട്ടുന്നതാണ്. ബെഡ്ഷീറ്റുകളെ, തലയണകളെ, അങ്ങനെ എല്ലാം बात तो चलते चलते എന്താണെന്ന് അറിയില്ല. പേഴ്സാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വേണം നടക്കാം. നമ്മുടെ ഈ ഹനുമാൻ്റെ ഗതയുടെ കൊണ്ട് പേഴ്സാണോ എന്താണെന്ന് അറിയത്തില്ല. ഓപ്പൺ ചെയ്യാൻ പേഴ്സാണെന്ന് തോന്നുന്നു കേട്ടോ. അറിയില്ല, നമ്മളില്ല. നല്ല വിലയാണ്. പേഴ്സുകളെല്ലാം
അതുപോലെ വളകളെല്ലാം ഉണ്ട്. വളകളെ കമ്മലുകൾ കണ്ടില്ലേ, വ്യത്യസ്ത ടൈപ്പിലുള്ള കമ്മലുകളെല്ലാം ഉണ്ട്. കണ്ടില്ലേ, വലിയ കമ്മലുകൾ കണ്ടില്ലേ, ഇത്രയും വലിയ കമ്മൽ. ഇതൊക്കെ 10 ദിറംസാണ്. 10 ദിറംസ്, 20 ദിറംസ്, ഇങ്ങനെ വളകളെല്ലാം ഉണ്ട്. മാല ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റുള്ള മാലയാണ്. ഈ വളകളെല്ലാം बड़ा है രസകരമായ കമ്മലുകളാണ്. 10 ദിറംസേ ഉള്ളൂ. ഇതെല്ലാം ഇതുപോലെ സാധനം 2 ദിവസമേ ഉള്ളൂ. കണ്ടില്ലേ വളകൾ പല പല കളറുകളാണ്. ഇത് 1 ദിറംസേ ഉള്ളൂ, 1 ദിറംസ്. Sì, dammi respalto.